കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മൾ ജാതികൾ സ്തോത്രമല്ല, നമ്മൾ ആരാ? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും. ജാതികൾ ആരാണ്? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാം. ആരായി ജാതികൾ? ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത്, ജാതികൾ തങ്ങളുടെ ബുദ്ധി അനുസരിച്ച് നടക്കുന്നവരാണ്. നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി. അന്ധബുദ്ധികൾ, രണ്ട് അന്ധബുദ്ധികൾ. അടുത്ത അജ്ഞാനികളാണ്, ഹൃദയകാഠിന്യമുള്ളവരാണ്. നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ അകന്ന് മനം തണുപ്പിച്ചു പോയവരാണ്. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. 7 കൂട്ടം കാര്യങ്ങളാണ് ജാതികളെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ജാതികൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നു. ഹല്ലേലൂയ. അവർ അന്ധബുദ്ധികളാണ്. 3, ഹൃദയ കാഠിന്യമുള്ളവരാണ്. ദൈവത്തിന്റെ ജീവൻ അകന്ന് മനം തഴമ്പിച്ചു പോയവരാണ്. അത്യാഗ്രഹികളാണ്. അശുദ്ധി നിറഞ്ഞവരാണ്. ദുഷ്കാമമുള്ളവരാണ്. ജാതികളുടെ ഒരു ചിത്രം ഇതുപോലെ ക്ലിയർ ആയിട്ട് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ എങ്ങും കിട്ടത്തില്ല. പൗലോസാ പഠിപ്പിക്കുന്നത് 7 വിധ മാരകമായ പാപ സ്വഭാവങ്ങൾക്ക് അടിമകളാണ് ഇന്ന് ഈ ഭൂമിയിൽ കിടക്കുന്ന ജാതികൾ. ഞാനതിന് സാധാരണ പറയാറുള്ള വചനത്തിലൂടെയുള്ള വേറൊരു ഭാഗം, റോമാലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ. റോമാലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ. അവിടെ ഈ ഗ്രൂപ്പ് കിടപ്പുണ്ട്. സ്തോത്രം. നമ്മളൊക്കെ ഈ ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു. പക്ഷേ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചു വന്നവരാണ്. അതിന്റെ 18 മുതൽ വായിച്ചാട്ടെ. 1:18 മുതൽ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിയും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെട്ടു. ആ കൂട്ടത്തിൽപ്പെട്ട അനീതി കൊണ്ട് സത്യത്തെ അടുക്കുന്നവരാ ജാതികൾ. അടുത്ത ദൈവത്തെ കുറിച്ച് അറിവാകുന്നത് അവർക്ക് വെളിവായി ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് പൗലോസ് പറയുന്നത്. അടുത്ത ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വത്തിനുമായി അവന്റെ അദൃശ്യ ദർശനങ്ങൾ ലോകദൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. അടുത്ത അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അടുത്ത അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി. അത് ജാതികളുടെ ചിത്രം. ഈ ലോകത്ത് കിടക്കുന്ന ജാതികൾ ഇവിടെ കിടക്കുന്നത്. ഇവർ ദൈവമില്ലാത്തവരാ. എഫേസ്യ ലേഖനം 4:17 മുതൽ 18-19 വാക്യത്തിലും ജാതികളെ കുറിച്ച് പറയുന്നു. നമ്മൾ ജാതികളല്ല, നമ്മൾ ജാതികളായിരുന്നു. എന്നാൽ ഇപ്പോൾ പെന്തക്കോസ്ത് സമൂഹം ജാതികളെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതാണ് എൻ്റെ ഹൃദയത്തിലെ ഒരു നോവ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ രോഷത്തോടെ പ്രസംഗിക്കുന്നത്. ഞാൻ ജാതിപ്പെട്ടവനായിരുന്നു. ഈ ഗ്രൂപ്പിൽ കിടക്കുന്നവരായിരുന്നു നമ്മൾ. ഇനി അവരെ കുറിച്ച് വിശദമായിട്ട് ഒന്നുകൂടി വായിച്ചപ്പോൾ താഴോട്ടുള്ള വാക്യം. പക്ഷി, മനുഷ്യൻ, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. അടുത്തേ, അതുകൊണ്ട് ദൈവം അവരെ 24 തൊട്ട് വായിച്ചോ. അടുത്തേ, ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവർ ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി മാറ്റിയില്ലേ? ഈ ദൂതാരാധന എന്നുള്ളത് തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു മാരക രോഗമാണ്. വ്യക്തികളെ പൂജാവസ്തുവായിട്ട് കാണുക. ഞങ്ങളുടെ വാസു പ്രസംഗിച്ചാലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. എന്താ നിങ്ങളുടെ വാസു? എല്ലാവർക്കും കേൾക്കാം. സത്യവചനം ആര് പറഞ്ഞാലും കേൾക്കാം. ഞങ്ങളുടെ അടുത്തൊക്കെ, ഞങ്ങളുടെ കൊച്ചിയിൽ കുറേ ടീമുകളുണ്ട്. 800-1000 ഒക്കെ ഉള്ളവരാ. അവരുടെ ഗ്രൂപ്പിൽ വേറെ ആരും പ്രസംഗിച്ച് അവർക്ക് എടുക്കത്തില്ല. കാരണം അവരുടെ പാസ് തന്നെ പറയണം. പാസ് എന്താ പ്രസംഗം ഞാൻ കേട്ട് നോക്കിയിട്ട് ഞാൻ മൂക്കത്ത് വെറിൽ വെച്ച് കൊടുത്തു. ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിപ്പിക്കുന്നത്. സ്തോത്രം. വിവാഹം കഴിച്ചിട്ട് ഭാര്യ ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ അവിശുദ്ധ ബന്ധത്തിലൂടെ ജീവിക്കുന്ന എത്ര പേരെ എനിക്കറിയാം. മഹാ ചർച്ചകളിലുണ്ട്. നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ജാതികളെപ്പോലെ ജീവിക്കുന്ന ഗ്രൂപ്പായി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം അധിപതിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ജീർണിച്ച അവസ്ഥയിൽ നിന്ന് സഭ ഉടനെഴുന്നേറ്റ് വന്നേ മതിയാകൂ.
അതിന് വിശുദ്ധിയുടെ ഉപദേശം ശക്തിയോടെ പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളെ പോലെ ആകരുതെന്ന് പൗലോസിന്റെ ഒരു ശക്തമായ പ്രബോധനമാണ്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താട്ടെ, ഇസ്രായേലിനോട് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ വിട്ടുകളരുത്, ഇവിടെ വായിക്കണം. നിങ്ങൾ ജാതികളോട് ഇണയില്ലപ്പണ കൂടരുതെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ പാസ്റ്റേ. അല്ല, പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് പറയുന്ന ഭാഗം. ജാതികളുടെ വഴി കണ്ട് പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മോശ മുഖാന്തരം ഒരു ശക്തമായ പ്രബോധനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊന്നും എടുത്ത് വായിച്ചേ. ലേവ്യ പുസ്തകം 18 എന്നെൻ്റെ ഓർമ്മ. ലേവ്യ 18 നോക്കി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കറക്റ്റ്. ലേവ്യ 18 തന്നെയാണ്. വായിച്ചോട്ടെ. 18:1 മുതൽ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. മിസ്രയീമികൾ ജാതികളായിരുന്നു, അവർ യഹൂദന്മാരല്ല, ജാതികളാണ്. സ്തോത്രം. അവരുടെ നടപ്പ് പോലെ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോകരുത്. കനാൻ ശാപിക്കപ്പെട്ടവൻ, അവരുടെ നടപ്പ് പോലെയും അരുത്. പിന്നെ എങ്ങനെ നടക്കണം? അവിടെ മര്യാദ അനുസരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജാതികളോട് ഇടകലരാതെ, ജാതികളുടെ ആചാര അനുഷ്ഠാനങ്ങളൊന്നും എടുക്കാതെ, ജാതികളെപ്പോലെ ആകാതെ നിങ്ങളൊരു വിശുദ്ധ ജനമാണ്. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മളെക്കുറിച്ച് പറയുന്നില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവർ എനിക്കൊരു നിക്ഷേപമാണെന്ന്. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞു, അവർ എൻ്റെ നിക്ഷേപം. നിക്ഷേപം തോട്ടിക്കൊണ്ടിടുവോ? ഹല്ലേലൂയ. വിലപ്പെട്ടതല്ലേ നിക്ഷേപം. അവർ പ്രമാണം ലംഘിച്ചപ്പോൾ എന്ത് പറ്റി? ഈ കൽപ്പന ലംഘനം നടത്തിയ അഹരോന്റെ ആ വിഷയത്തോടനുബന്ധിച്ച് കർത്താവ് അവരോട് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ എടുക്കുന്നില്ല, അങ്ങ് വായിക്കാം. ഞാനതങ്ങ് പറയാം. പ്രമാണം മേടിക്കാൻ വേണ്ടി മോശ പോയ സമയത്ത് അഹരോൻ ഒരു കാളക്കുട്ടിയൊക്കെ വളർത്തുണ്ടാക്കി സംഭവം പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരോട് പറയുക, മോശേ, നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ജനം നിന്റെ ജനമായി. ഇതൊക്കെ ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ ജനം നിന്റെ ജനം ആയി മാറി. എങ്ങനെ മാറി? വ്യവസ്ഥ തെറ്റിച്ചപ്പോൾ. ഹോമലോക്സ് മലസന്ധരനെ കുറിച്ച് തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഹോമലോക്സ് മലസന്ധരൻ ഞാൻ എന്ത് ചെയ്തു? അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു, അവരുടെ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു. ഞാൻ അവരെ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തുള്ള ഷാരോൺ ചർച്ചിന് കൊടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സാത്താനെ ഞാൻ അറിയാൻ കാര്യങ്ങളാണ്. സാത്താനെ കുറിച്ച് നമ്മളെ അവസ്ഥ മനസ്സിലാക്കണേ. ദൈവമക്കളെ, നമ്മൾ പ്രമാണം തെറ്റിക്കുമ്പോൾ പിശാച് നമ്മുടെ സ്വത്രം നമ്മളെ കയറി പിടിക്കാനായിട്ട് ദൈവം കണ്ണടച്ചുകളെ കൊണ്ടുപോകണമെന്നു. വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളോട് ബന്ധമുള്ളൂ. നീ ശരീരത്തിന്റെ അവയവമായി, യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി ഇരിക്കുമ്പോൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ശരീരം വേശ്യയോട് എടുത്ത് ആക്കാമോ എന്ന് പോലും ചോദിക്കുന്നില്ലേ? പാപം ചെയ്തപ്പോൾ എൻ്റെ ശരീരമായ ശരീരത്തെ നീ എടുത്തൊരു വേശ്യയോട് കൂടി ചേർത്തപ്പോൾ ആരായി മാറി? പാപം ചെയ്തില്ല. അവരെ ചവിട്ടി പുറത്താക്കാനാണ് പൗലോസ് പറയുന്നത്. അവരെ സഭയ്ക്ക് നിന്ന് പുറത്താക്കാനാണ് പറയുന്നത്. അവരെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറയും. ഇന്നതൊക്കെ നടക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇന്നതൊക്കെ നടക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലന്മാർ എഴുതിയ പ്രമാണം അന്നും ഇന്നും ഒന്ന് തന്നെയല്ലേ? എന്താ അത് പ്രസംഗിക്കാത്തത്? എന്താ അതുപോലെ ചെയ്യാത്തത്? സഭയുടെ ജീർണത മാറാൻ എന്താ വഴി? നമ്മൾ ശക്തിപ്പെടാൻ എന്താ വഴി? നമ്മൾ ആത്മാവിൽ ബലപ്പെടാൻ എന്താ വഴി? ദൈവസഭ ശക്തിയോടെ നിൽക്കാൻ എന്താ വഴി? ജാതികളുടെ മുൻപാകെ ദൈവസഭ അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ നിൽക്കുന്നില്ലെങ്കിൽ ജാതികൾ നമ്മളെ തിന്നുകളയും. ഹാമാന്റെ വിഷയത്തോടനുബന്ധിച്ച്, ഹാമാനല്ല സോറി, സ്തോത്രം, ഒരു സ്വർണം ഒളിപ്പിച്ച് വെച്ചൊരുത്തനുണ്ടല്ലോ, ഒരു മഹാനായ വ്യക്തി, ആകാം പാപം ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ ശത്രുവോട് യുദ്ധം തോറ്റ് തൊപ്പിയിട്ടോണ്ടിഞ്ഞു പോകുന്നു. യോശുവ എന്താ പറഞ്ഞു? ഗോത്രമായി പിടിക്കുക. എത്ര ഗോത്രം പിടിക്കപ്പെട്ട ചായോ? ചോ നോക്കുന്നില്ല. എത്ര ഗോത്രം അവിടെ പിടിക്കപ്പെട്ടു? ഒരേ ഒരു ഗോത്രം. ആര് പറഞ്ഞു ഒരു ഗോത്രം?
സബ്ദി പിടിക്കപ്പെട്ടു, യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു, 3-4 ഗോത്രം അവിടെ പിടിക്കപ്പെട്ടു. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. യഹൂദ ഗോത്രം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? ഇന്നിപ്പോൾ ഞാൻ ഇത് സഭയുടെ ഓരോ പേര് വെച്ചങ്ങ് പറയുക, ഇന്ന സഭ പിടിക്കപ്പെട്ടു, ഇന്ന സഭ പിടിക്കപ്പെട്ടു. എന്നോട് കർത്താവ് ഒരു ദിവസം പറയുക, ഇന്ന സഭ പിടിക്കപ്പെട്ടു. എല്ലാം പിടിക്കപ്പെടും. സഭ ശുദ്ധീകരിച്ച് നിർമ്മല കന്യകയായി കർത്താവിന്റെ വരവിൽ നിൽക്കുന്നില്ലെങ്കിൽ സഭ പിടിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് അന്നും ഇന്നും ഒരേ പ്രമാണമുള്ളൂ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ജാതികളോട് ഇടയില്ലാപ്പണ കൂടരുത്. പുതിയ നിയമസഭയോട് പറഞ്ഞു, ജാതികളെ പോലെ ആകരുത്. പിന്നെ അവിടെ ഒരു കാര്യം കൂടി കട്ടിയായിട്ട് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് കേൾക്കുമ്പോൾ പേടിയായിരിക്കും. ഒറ്റെണ്ണത്തിനെ വെച്ചേക്കരുത്, എല്ലാത്തിനെയും കൊന്നേക്കാൻ പറഞ്ഞു. നിങ്ങൾ പോകുന്ന ദേശത്തിലെ ജാതികൾ എന്ത് ചെയ്യണം? കൊല്ലാൻ പറഞ്ഞു. അത് അങ്ങനത്തെ പ്രമാണമാണെന്നേ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം എടുത്ത് വായിച്ച് പഠിക്കുക. കൊല്ലുന്ന പ്രമാണമാണ്, ഇരുട്ടിൻ്റെ പ്രമാണമാണ്, ശിക്ഷാവിധിയുടെ പ്രമാണം. അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ജാതികളെ കൊല്ലാൻ പാടുണ്ടോ? ജാതികളെ പോലെ നമ്മളാകരുതെന്നാണ് പറയുന്നത്. നമ്മളിൽ നിന്ന് വേറിട്ട് കൊല്ലണം. നമ്മൾ വിശുദ്ധന്മാരാണ്, വിശുദ്ധമതികളാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം എൻ്റെ ഉള്ളിൽ കയറി വരും. അടുത്ത് വായിച്ചു 2 കൊരിന്ത്യർ 6-ാം അധ്യായം. ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ പ്രിയ ദൈവസഭയെ. 2 കൊരിന്ത്യർ ലേഖനം അത് തന്നെ, അതുകൊണ്ട് വായിച്ചോ. വായിക്കട്ടെ, അങ്ങോട്ട് ഉറച്ച് വായിക്കേ. ശരി, വായിച്ചോ. എന്ത് ചേർച്ച? എന്ത് കൂട്ടായ്മ? എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്കും അവിശ്വാസിയുമായ എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ടാബർനാക്കളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില പാസ്റ്റർമാർ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ടാബർനാക്കൾ, ഇസ്രായേൽ മക്കൾ മരുഭൂയാത്രയിൽ ദൈവം വസിക്കുവാൻ ദൈവം തന്നെ പ്രമാണം കൊടുത്ത് രൂപപ്പെടുത്തിയെടുത്തിയ മനോഹരമായൊരു ടാബർനാക്കൾ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലുണ്ടായി. അവിടെ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ചു. പെട്ട ടാബർനാക്കൾ ഉണ്ടാകാൻ നേരത്ത് മോശയ്ക്ക് പുറപ്പാട് പുസ്തകം അവസാനത്തെ 38, 39, 40 അധ്യായങ്ങൾ വായിച്ച് പഠിച്ചാൽ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്യും. അങ്ങനെ വെരി നൈസ്. അങ്ങനെ തന്നെ ചെയ്യും. അപ്പം അങ്ങനെയെങ്കിൽ ഞാൻ കൂടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരായിക്കൊള്ളണം. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. ഒരു വാക്ക് പോലും വിട്ടുകളയാൻ പാടില്ല. അവിടെ പറഞ്ഞതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, യേശു കർത്താവ് ഓർപ്പിച്ചത്, എൻ്റെ ഈ വാക്ക് കേട്ട് ചെയ്യുന്നവൻ, ഹല്ലേലൂയ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ. പുള്ളിക്കാരി വിചാരിച്ച്, ഈ വീട്ടുകാർ വിചാരിച്ച് ഇവർ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി അങ്ങ് അത്ഭുതം പ്രവർത്തിച്ച് കളയുമെന്ന് വിചാരിച്ചു. നോനോ, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇന്നൊരു പകൽക്കാലത്തിലൂടെ തറപ്പിച്ച് പറയുന്നു, യേശു കർത്താവ് തന്ന പ്രമാണം നമ്മൾ അനുസരിക്കണം. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുത്ത പ്രമാണം പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ 14:37 എൻ്റെ ഓർമ്മ. എടുത്ത് വായിച്ചോ. നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പന. അപ്പൊ പൗലോസ് എഴുതിയ മാത്രമേ ഉള്ളൂ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ എല്ലാവരും കൽപ്പന. അതനുസരിച്ചോണം നമ്മൾ. അതനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കയ്പുള്ള മരുന്ന് കുടിക്കാൻ ആ കുട്ടികൾക്ക് മടിയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ചെന്നാൽ എന്ത് ചെയ്യും? ഭയങ്കര സൗഖ്യം ഉണ്ടാകും. അതൊരു പക്ഷേ പുറത്ത് കണ്ടില്ലേലും നിന്റെ അകത്തെ മനുഷ്യൻ അങ്ങോട്ട് ബലപ്പെടാനിടയായിട്ടുണ്ട്. നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന വചനങ്ങളും ഉപദേശങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ഒക്കെ ഭയങ്കരമായിരിക്കും. അതേ സമയത്ത് വളരെ ശുദ്ധീകരണം വരണം, മുമ്പോട്ട് വരണം, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രമൊക്കെ നിന്നു. അല്ല, ഞാൻ പറയാമല്ലോ, കർത്താവ് നമ്മളോട് കൽപ്പിക്കുമ്പോൾ അതനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും, കർത്താവെ ഞാനിത് അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിയേ, അതിൻ്റെ അനുഗ്രഹം നമ്മൾ പിന്നീട് കാണാനുണ്ട്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു പഴയ ഒരു പ്രായമുള്ളൊരു ദൈവദാസ്, 94 വയസ്സായി. ഇവിടെ 65 ആയപ്പോൾ കൈയും കാലും ഒക്കെ നിലത്തുറയ്ക്കുന്നില്ല, അതുപോലെ ആയി നിൽക്കുക. ഇപ്പോൾ പുള്ളി 94 വരെ എങ്ങനെ ജീവിച്ചില്ല? ആ വചനത്തിൻ്റെ ശക്തിയാണ് പുള്ളിക്കൊണ്ടായിരുന്നത്. പുള്ളിയുടെ ശരീരത്തിലില്ലാത്ത ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ട് ഭാഷ പറഞ്ഞു, മത്തായി കുഞ്ഞ് ഭാഷ, പാട്ടുകാരൻ ഭാഷ, എന്തൊക്കെ രോഗമുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ എൻ്റെ
അഭിപ്രായത്തിൽ ഇപ്പോൾ എന്നെ ഒരു ചെക്കപ്പ് എടുത്തി കഴിഞ്ഞാൽ ഡെഡ് മാൻ ഈസ് വാക്കിംഗ് എന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞെന്ന് വരും. കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടാൻ പറയും പുള്ളിയെ. കാരണം ഷുഗറൊക്കെ കൂടി നിൽക്കുക, മറ്റ് അസുഖങ്ങളെല്ലാം കൂടി നിൽക്കുക. അവിടെ നിൽക്കട്ടെ, ചാകുമ്പോൾ ചാകട്ടെ എന്ന് പറഞ്ഞില്ലേ നമ്മൾ നടക്കുന്നത് ഇവിടെ. സ്വത്രം സ്വത്രം. നമ്മൾ കർത്താവിനെ പ്രസംഗിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ പ്രസംഗിച്ച് അങ്ങോട്ട് മരിക്കുക ചെയ്യാല്ല, പിന്നെന്താ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എൻ്റെ അസ്ഥികൾക്ക്, എൻ്റെ ഞരമ്പുകൾക്ക്, എൻ്റെ ദേഹത്തിൻ്റെ ഈ ആത്മാവിന് ബലം തരണം കർത്താവേ, ശക്തി തരണം കർത്താവേ, വാർദ്ധക്യത്തിൽ ഓടുവാൻ തക്കവണ്ണം. ഓ ഹല്ലേലൂയ. പഴയ ദൈവ വിശുദ്ധന്മാരെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ നമ്മളെ എന്തുകൊണ്ട് ബലപ്പെടുത്തത്തില്ല? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലില്ലേ? ആത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ലേ നമ്മൾ? ഓ ഹല്ലേലൂയ. നമ്മൾ ജാതികളെ പോലെ ആകും. ജാതികളുടെ വഴി കണ്ട് പഠിക്കരുതെന്ന് കർത്താവ് അവരോട് പറഞ്ഞു. ജാതികളെ ഉന്മൂലനാശം ചെയ്യാൻ അവരോട് പറഞ്ഞു. നമ്മളിപ്പോൾ ജാതികളെ ഉന്മൂലനാശം ചെയ്യാൻ നമ്മളെ തിന്നേണ്ടി വരും. കാരണം കൊന്നു കഴിഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്യും അവർ. ജാതികളെ പോലെ ആകെ അവരുടെ വഴികളൊന്നും പഠിക്കരുത്. അവർ ചെയ്യുന്നൊന്നും നമ്മൾ ചെയ്യരുത്. അവരുടെ സംസാരിച്ച്, എൻ്റെ ഒരു കൂടെ ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട്. പുള്ളി വചനം പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ചീത്ത വാക്കുകൾ വരും. ഞാൻ പറഞ്ഞു, ബ്രദർ, ഇനി സംസാരിക്കുമ്പോൾ വിശുദ്ധന്മാർ സംസാരിക്കുന്ന ഭാഷാശുദ്ധി ഉപയോഗിക്കണമെന്ന്. പേടിച്ച് പോയി വിളി. കാരണം അവർ ഓട്ടോറിക്ഷക്കാരെ മുമ്പിൽ സംസാരിക്കുന്ന ഭാഷ നമ്മളും അറിയാൻ വേണ്ടി ഭാഷയെന്നും പറഞ്ഞാൽ ആ പച്ച തെയ്യെ കുടിച്ച് പറയും. ഞാൻ പറഞ്ഞു, നോ നോ. എന്താ പുസ്തകത്തിൽ നമുക്ക് പറയാൻ പോകുന്ന വാക്ക്? നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയത്, ഉപ്പിനാൽ രുചി വരുത്തിയതുമായി. സ്തോത്രം സ്തോത്രം. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? സന്തോഷം, ആത്മവർദ്ധനം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ച് ശാസിക്കരുതെന്നോ തർജ്ജനം ചെയ്യരുതെന്നോ കഠിനമായി ശാസിക്കരുതെന്നൊന്നും അർത്ഥം വരുന്നില്ല. അങ്ങനെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, തർജ്ജനം ചെയ്യണം, കഠിനമായി ശാസിക്കണം. അങ്ങനെ ശാസിച്ചില്ല എന്തോ പറ്റും? സംഭവം വഷളായിപ്പോവും. അതിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് ചിലപ്പോൾ. സ്വത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതൊക്കെ പരിജ്ഞാനത്തോടെ ചെയ്യാനിടയായിത്തീരണം. അപ്പോൾ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. സ്വത്രം. ഇവിടെ റോമാലേഖനത്തിൽ വായിച്ച വേദം ഒരു കുറച്ച് വാക്യം കൂടി വായിക്കാനുണ്ട്. അവിടെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരുടെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവനെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാത്തത് കൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യാൻ ഏൽപ്പിച്ചു, അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം 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 സ്തോത്രം. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ആരെ? ലോക മനുഷ്യരെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളത് പ്രകൃതിയെ നോക്കി ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കേണ്ട മനുഷ്യൻ സെൽഫ് ഇമാജിനേഷനിലേക്ക് പോയി. അതിനെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി മാറിയപ്പോൾ എന്ത് ചെയ്തു അവരെ? സ്തോത്രം. അതാണ് ആണും പെണ്ണും, പെണ്ണും ആണും. ഇപ്പം ആണും പെണ്ണൊക്കെ തിരിച്ചറിയാത്ത കൗലത്തിലായില്ലേ? ഞങ്ങൾ ബസ് കയറിയപ്പോൾ ഒരു മുടി നീട്ടി ഒരു ചെറുക്കം പെണ്ണിനെ പോലെ വളർത്തിയിരിക്കുക. ബ്രദറൊന്ന് മാറിയിരിക്കുക. ഞാൻ ബ്രദറല്ല എന്ന് ചാടി പേടിച്ചു പോയി മാറിയിരിക്കാൻ പറഞ്ഞ പുള്ളി. അവന് ദേഷ്യം വന്നു. ബ്രദർ എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ അല്ലാതെ ബ്രദറെ ഒന്ന് മാറി, ബ്രദർ ഞാൻ ബ്രദറല്ല, അല്ല സിസ്റ്ററെ മാറിയിരിക്കുന്നവർ, സോറി തെറ്റിപ്പോയി. സിസ്റ്റർ ഒരു ശകലം അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ സിസ്റ്ററല്ല, ഞാൻ ബ്രദറാണ്. അപ്പോൾ മോത്തേലോ നോക്കിയ ബീജെല്ലാം ഉണ്ടല്ലോ, ആണും പെണ്ണും തിരിച്ചറിയിക്കും. ഇവിടെ എഴുതി വെച്ചേക്കുന്നവർ ആ കൂലത്തിലൊക്കെ ആയിപ്പോയി. നിങ്ങളൊന്ന് വിളിച്ചു. ഞാൻ ഈ സംഗീതമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ ഈ പാടാനായിട്ട് കേട്ടിട്ടുമ്പോൾ തലമുടി ഉച്ചിയിൽ കെട്ടിവെച്ച് പാടുന്ന പെന്തക്കോസ് കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് വലിയ വേദന ഉളവാക്കുന്ന കാര്യം. സ്വത്രം. ഒരു 16 വള്ളിയും ഒരു 16 പോക്കറ്റ്. ആരോ പറഞ്ഞു കേട്ടു ഇങ്ങനെ കയ്യിൽ ജാതികളെ പോലെ ആയിരുന്നു വരുമ്പോൾ കയറി വരുന്നതാണ് കേട്ടോ. കയ്യിൽ 10 പോത്തിനെ കെട്ടാനുള്ള കയറ് കെട്ടി വെച്ചിട്ട് തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പോത്തിനെ കെട്ടാനുള്ള കയറ് കയ്യിൽ കെട്ടി വെച്ചേക്കുക. എന്താ അത്? പലയിടത്തും മന്ത്രം ചെയ്ത് കെട്ടിയായിരിക്കും അവനെയൊക്കെ ലീഡർഷിപ്പിനെ ഏൽപ്പിച്ചേക്കുന്നത്. ആത്മീയ ഗോളം ജാതികളെക്കാൾ കഷ്ടമായി. പ്രിയമുള്ളവരെ, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഉള്ളതുപോലെ തുറന്നു പറയുക. ഇവിടെ എന്തോ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യം. ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടോ ഭാഷ ചെയ്ത് പ്രസംഗിക്കുന്നു? ഇവിടെ ഉണ്ടെന്നല്ല. സ്വത്രം. അങ്ങനെയുണ്ട്. കുമ്പനാട് കൺവെൻഷൻ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗം, വി ഡി സതീശൻ പറഞ്ഞു, ആരോഗ്യമന്ത്രി സംസാരിക്കും. എത്ര മനോഹരമായ മെസ്സേജാണ് വി ഡി സതീശൻ പറഞ്ഞത്. എത്ര മനോഹരമായ സന്ദേശമാണ് നമ്മുടെ സ്വത്രം വീണ ജോർജ് സംസാരിച്ചത്.
ഇനി വേറൊരു സംഘടന ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സെൻട്രൽ പാസ്റ്റർമാരെല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ നല്ല ഒന്നാം തരം നൃത്തം നടക്കുക, പെൺകുട്ടികൾ ഒരു 5-8 പേര്. ഞാൻ ചോദിച്ചു എന്തു വെച്ചാൽ ഈ കാണുന്നു? അതൊന്ന് പറഞ്ഞിട്ട് കഥയില്ല. സ്വന്തം നൃത്തം നടക്കുന്നു, ഡാൻസ് നടക്കുന്നു. എന്താ കാര്യം? പെന്തക്കോസ്ത് എന്ന ലേബിൾ എഴുതി വെച്ചിട്ട് എന്തും കാണിക്കാമെന്നോ? വിശുദ്ധന്മാർ അങ്ങനെ ഒരു പ്രമാണമാണോ നമുക്ക് തന്നത്? പത്രോസും പൗലോസും യോഹന്നാനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന രീതികളൊക്കെ എവിടെ പോയി? ആ ഉപദേശങ്ങൾ എവിടെ പോയി? അതൊക്കെ എവിടെ പോയി അസ്തമിച്ചു? ഫസ്റ്റ് ക്യാപ്റ്റൻ ഷമൂൽ ചോദിക്കുമായിരുന്നു, അപ്പോസ്തലന്മാരെവിടെ? പ്രവാചകന്മാരെവിടെ? സുവിശേഷകന്മാരെവിടെ? ഇടയന്മാരെവിടെ? ഉപദേഷ്ടാക്കന്മാരെവിടെ? എവിടെ പോയി? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ ഞെട്ടരുത്, എന്നെ വഴക്കും പറയരുത്. നാദാബും അബീഹൂബിനും സംഭവിച്ചത് സംഭവിച്ചു. എന്താ സംഭവിച്ചു? അന്യാഗ്നി കത്തിയപ്പോൾ ചത്തുപോയി, ആത്മീയമായി ചത്തുപോയെങ്കിലും സ്തോത്രം അല്ലോലിക്ക് ഒരു കുറവുമില്ല, പ്രസംഗത്തിന് ഒരു കുറവുമില്ല. തമ്പുരാൻ വരുമ്പോൾ പുള്ളി തന്നെ പറഞ്ഞ ക്യാപ്റ്റൻ പോലെ, കർത്താവ് വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ അറിയാം ആരൊക്കെ ഇവിടെ നിന്ന് പോകുമെന്ന്. അതുവരെ ആർക്കും പോകുമെന്ന് പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായെന്ന് എന്നെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കരിവാരിത്തയച്ച് നമ്മുടെ സമൂഹത്തെ കരിവാരിത്തയച്ച് പറയുകയാണെന്ന് ചിന്തിക്കരുത്. നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ലോകം മുഴുവൻ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട് യൂട്യൂബ്. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് വിളിച്ച് പറയുന്നത്. ലോകം മുഴുവൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. ദൈവമക്കളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കാഹളം ധരിച്ച് കർത്താവ് വരാറായി. വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വരാറായി. വിശുദ്ധമതികളെ ചേർക്കാൻ വരാറായി. പ്രമാണത്തിൽ നിലനിൽക്കുന്ന സഭയെ ചേർക്കാൻ വരാറായി. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ വിശുദ്ധിയിലും വേർപാടിലും സ്വത്രം നിലനിൽന്ന് ജീവിക്കുന്ന ഭക്തന്മാരെ ചേർക്കാൻ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. നമുക്ക് പോകണോ? അതെവിടെ കിടക്കണോ? ഇന്ന് രാവിലെ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാ. എനിക്ക് തോന്നുന്നു പ്രായം ഒരു 75-78 വയസ്സെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞാ നമുക്ക് പോകണ്ടേ? എങ്ങോട്ട് പോണ കാര്യമോ കുഞ്ഞാ പറയണത്? ഞാൻ പറഞ്ഞു അവൻ്റെ ഒരു പോണ കാര്യമാണ്. അപ്പോൾ പുള്ളി പറയണേ, അത് നമ്മളെ കൊണ്ടുപോക്കോളൂ, അവൻ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടുപോക്കോളൂ. 25:10 എടുത്ത് വായിച്ചാൽ മത്തായി 25:10. പിന്നെ ആ വാക്യം നമുക്ക് പുസ്തകത്തിൽ കട്ട് ചെയ്ത് കളയാം. 25:10 സൂഡാബാലബ സന്തരക്ഷികാലബാധന. അരമണിക്കൂറൂടെ ഉള്ളൂ, പെട്ടെന്നാകട്ടെ. സ്വത്രം 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 സ്വത്രം. അവൻ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നിട്ട് അവനോട് കല്യാണ സദ്യക്ക് ചെന്നു. ലാസ്റ്റ് ടൈറ്റിലിൽ അത് പറഞ്ഞെന്ന് ഓർമ്മ, ഞാൻ ഇവിടെ കേട്ടു. അത് വാതിലടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്നവർ പോയെന്ന പുസ്തകത്തിൽ എഴുതി, അല്ല എല്ലാത്തിനും അവിടെ കെട്ടിവലിച്ചോണ്ട് പോയെന്നല്ല. ആ ഒരു ഉപമ പുതിയ നിയമസഭ എടുക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിനാണ് കർത്താവ് പറഞ്ഞേക്കുന്നേ. അത് ചുമ്മാ വായിച്ച് വെറുതെ വിടാനല്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ, ഉണർന്നിരിക്കുന്നവർ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ആ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് ലോകത്തോട് ഇടപെടാതെ ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ. ഹല്ലേലൂയ. ഈ ലോകത്തോടുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർ. യാക്കോബ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതിന് പ്രത്യക്ഷമായില്ല. 1 യോഹന്നാൻ 3:2-3. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അടുത്ത വാക്യമാണ് നമ്മളെ കുഴയ്ക്കുന്ന വാക്യം. ഒന്ന് വായിച്ചിട്ടാരെങ്കിലും. അവനിൽ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലമായി നമ്മൾ ജീവിക്കും. ഈ ശിഷ്യന്മാരെല്ലാം കൂടി കിടന്ന് തമ്മി തല്ലി ചാകാൻ പോയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവനോടൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞ് ഇവനെ പോലെ ആയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാതെ. അപ്പോൾ മനസ്സിലായി, ദൈവമേ ഞങ്ങളുടെ കാര്യം 3.5 വർഷം കൊണ്ട് അവർ അങ്ങനെ ആയി. പാസ്റ്റേ, അങ്ങനെ ആയെന്ന്. 3.5 വർഷം കൊണ്ട് ചാള പിടിച്ച് കിടന്ന പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രോസൊക്കെ അങ്ങനെ ആയെന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. ഞാൻ ചുംബിക്കുന്നവൻ ആരാണ് അവനെ പിടിച്ചോണം. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുക, എല്ലാം ഒരുപോലെ ഇരിക്കുക. സ്വോത്രം 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 സ്വോത്രം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാന്ന് തോന്നുന്നു അതൊക്കെ. സ്വോത്രം 3 പ്രാവശ്യം തള്ളി പറയാൻ നേരത്തെ സ്വോത്രം. നിന്റെ വാക്കും ഉച്ചാരണവും നീ അവനോടുകൂടെയുള്ളവൻ. അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. നീ അവനോടുകൂടെയുള്ളവൻ, യേശുവിനോട് കൂടി നടന്നവനാ പത്രോസേ. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല, നീ അവൻ്റെ ശിഷ്യൻ തന്നെയാണ്. ഹല്ലേലൂയ. അവന് മനസ്സിലായി. കർത്താവ് അവനോട് ചോദിച്ചല്ലോ, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ ശിവലറിയമായി സ്നേഹിക്കുന്നു. അപ്പോൾ എന്തോ പറഞ്ഞു? ഉടായിപ്പ മറുപടികളാണ് ഓരോന്നും പറഞ്ഞത്. അവസാനം പറഞ്ഞു, നീ സകലതും അറിയുന്നു. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും നീ എന്ത് ചെയ്യുന്നു? സകലതും അറിയുന്നു.
അവൻ യഥാസ്ഥാനപ്പെട്ടു, അവൻ കരഞ്ഞു, അവൻ നിലവിളിച്ചു, ദൈവത്തിൽ കടന്നു വന്നു. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസ് പിന്മാറിപ്പോയി ഞാൻ അവൻ ശപിച്ചെന്നല്ലേ എഴുതിയിരിക്കുന്നല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞല്ലേ? ശപിക്കുക വരെ ചെയ്തു. ഞാൻ അറിയുന്നില്ല, നിങ്ങൾ പറയാൻ മനസ്സിലാകുന്നില്ല. പൊട്ടിക്കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട പത്രോസ് 12 ശിഷ്യന്മാരിൽ അഗ്രഗണ്യൻ പത്രോസാക്കി ദൈവനെ ഉയർത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ചില ബ്രാക്കറ്റ് പീരീഡുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു വരാം. ഈ വചനത്തിന് മുമ്പാകെ ഇന്ന് പോലെ കാലം കേട്ട് ശുദ്ധീകരണം പ്രാപിച്ച് മടങ്ങി വന്ന്, കർത്താവെ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ, മകളെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്നോട് കരുണ തോന്നണമെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയാൻ നമുക്ക് മനസ്സുണ്ടോ? ഇന്ന് വൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കിടക്കുന്ന 2 കള്ളന്മാരെ നട്ടതില്ലേ? ഒരുത്തമ്മ നീ ദൈവപുത്രനെങ്കിൽ നിന്നെയും ചോദിച്ച് ഞങ്ങളെ രക്ഷിക്കുക. അപ്പോൾ ശാസിക്കാവോ ക്രൂശിൽ കിടന്നുകൊണ്ട്? മിണ്ടാതിരിക്കും. അവിടെ നമ്മൾ സമശിക്ഷയിലാവിട്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഇവന് വരുതാത്തതൊന്നും അവിടെ ആ നിരപ്പ്, അതാണ് ക്രമീകരണം. ഹല്ലേലൂയ. അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. ഇന്നിപ്പം 10 ക്രൂശിൽ കയറ്റിയാലും പറയാൻ തയ്യാറല്ല പലരും. സ്തോത്രം. ആ ക്രൂശിൻ്റെ അനുഭവത്തിൽ കിടന്നുകൊണ്ട് പറയുന്നു, നാം അരുതാത്തത് ചെയ്തുകൊണ്ടാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. അവൻ അരുതാത്തതൊന്നും. അതിനെക്കുറിച്ചൊരു പണ്ഡിതൻ പറഞ്ഞതാണ്, അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. കട്ടുമുടിച്ച് ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വർഗരാജ്യവും കട്ടുമുടിച്ചെന്നവൻ. നോക്കി, സ്വർഗരാജ്യം ക്രൂശിൽ കിടന്നുകൊണ്ട് കട്ട് കളഞ്ഞു. അത്ര ഭയങ്കര തീക്ഷ്ണതയുള്ള കള്ളനെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനായ ഒരു കള്ളൻ. സ്തോത്രം. കള്ളനെ നമുക്ക് പറയാൻ പറ്റില്ല, അവരൊരു വിശുദ്ധനായി മാറി. കർത്താവ് എന്താ പറഞ്ഞു? ഇന്ന് നീ എന്നോടുകൂടെ. അത് വെച്ചിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ചില പാർട്ടികളൊക്കെ പറയുന്നത്, സ്നാനപ്പെട്ടില്ല, അവൻ തരാനൊന്നും പെട്ടില്ല, അതുകൊണ്ട് അവൻ പോയി. ഇപ്പം നമ്മൾ സ്നാനപ്പെടണമൊന്നുമില്ല, അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. പുതിയ നിയമസഭ ആവിർഭവിക്കുന്നത് പത്രോസിൻ്റെ പ്രസംഗത്തോടനുബന്ധിച്ചാണ്. അവർ 3000 പേര് സ്നാനപ്പെട്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇനി ആർക്കെങ്കിലും സ്വർഗ്ഗരാജ്യത്ത് പോകണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൻ ജീവിതം നയിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രസംഗിച്ച് ആത്മസ്വഭാവമുള്ളവനായി തീർന്ന സ്വർഗത്ത് പോകാം. ഇതിൽ കുറഞ്ഞൊരു ഉപദേശം പുസ്തകത്തിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ജാതികളുടെ ചിത്രം അത് ഇവിടെ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22 മുതൽ കാണുന്നു. സ്തോത്രം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുവാൻ തക്കോണം ദൈവം വരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. സ്തോത്രം. അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ലോക മനുഷ്യനെ ദൈവം പാപം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തതാ. എന്തുകൊണ്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്? മനുഷ്യൻ ദൈവത്തെ അവരെന്ത് ചെയ്തു? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശമാക്കി മാറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവം? അവരെ ഈ വക പാപങ്ങൾ ചെയ്യാൻ, ആടോടാടും പെണ്ണോട് പെണ്ണ്. ഞാനിത് സ്വരമറക്കി ഇരിക്കുന്നുണ്ട്, അത് ഭാഗം അങ്ങ് വായിക്കാതെ അങ്ങ് വിടുകയായിരുന്നു ചെയ്തത്. കാരണം അത്രത്തോളം ഹീനമായ നിലയിൽ ദൈവത്തെ അവരെ മാറ്റിക്കളഞ്ഞു. പക്ഷിയോടും മൃഗത്തോടും മനുഷ്യനോടും, സ്തോത്രം, ഇഴജാതിയോടും ദൈവത്തെ സാദൃശ്യത്തിൽ അവർ കണ്ടപ്പോൾ ദൈവം അവരെ അശുദ്ധിയിലോട്ട് ഏൽപ്പിച്ചു. അങ്ങ് ജനമായി ഇന്ന് ഭൂമി കിടക്കുന്ന വിശുദ്ധന്മാരെല്ലാം നമ്മൾ മനസ്സിലാക്കണം. 28 തൊട്ടൊന്ന് വായിച്ചു വെച്ചാ 32 വരെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ നീങ്ങിയവർ, ഉരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘിതർ, വാത്സല്യമില്ലാത്തവർ, കനിമറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവത്തിന്റെ ന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കുന്നവർ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഈ ഗ്രൂപ്പാണ് ജാതികളെന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 4:17 മുതൽ 18, 19, 20 വരെ കിടക്കുന്ന ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഇതാ ജാതികൾ. ആ അവസ്ഥയിൽ നിന്ന് എന്നെയും നിങ്ങളെയും എന്ത് ചെയ്തു? കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധം അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി നമ്മൾ തീർന്നു. ഇനി നമ്മൾ ആ പഴയ രീതിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല.
യാക്കോബ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, എനിക്കും നിനക്കും തമ്മിൽ ഒരു എടാ, ലാബാന് ദൈവമായിട്ട് ബന്ധമുണ്ടോ? ലാബാനോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും? ദൈവം പറഞ്ഞൊരു ദൂത് തൊട്ടുപോലെന്ന് പറഞ്ഞവനെ, അവനെന്ത് യാക്കോബിനെ തൊട്ടുപോകും, ശരിയായി കളയുന്നതില്ല. അതിൻ്റെ മറുവശം അതാ എൻ്റെ അർത്ഥം. ഇസ്രായേൽ മക്കളെ ഇപ്പം ഈ ബെന്യാമിൻ നെഹ്ദിയോ പറഞ്ഞ ഒരു വാക്ക് കേട്ടോ, ഞങ്ങളുടെ പബ്ലിക്കിൽ ഒരെണ്ണം മരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ചാമ്പലാക്കി കളയല്ലാത്തില്ലേ. അതാ ആ രക്തമല്ലേ ഒരു സ്വത്രം. ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ സ്വന്തം ജനം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടുപിടുത്തങ്ങളല്ലേ ഞാനും നിങ്ങളും വെച്ച് കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്നത്? അവരുടെ ടെക്നോളജിയല്ലേ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്? AI എന്നും പറഞ്ഞൊരു പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു. അവർ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട്, പ്ലെയിനിൽ ഇരുന്നുകൊണ്ട്, ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറക്കുന്ന സമയത്ത് തോക്കുധാരികളോ ബോംബ് ഐറ്റംസോ ഏതെങ്കിലും ഹാമാസിൻ്റെ ബിൽഡിങ്ങിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ AI സംവിധാനം വെച്ച് അവിടെ ഒരു മെഷീനിൽ കാണിക്കും, കമ്പ്യൂട്ടറിൽ അത് കാണിക്കും, ഇവിടെ തോക്കുണ്ടെന്ന്, നേരെ ബോംബ് ചെയ്തേക്കാമോ. അങ്ങനെയാണ് ഒരു സ്കൂളിൽ ബോംബ് ചെയ്തിട്ട് 100 പേര് മരിച്ചു പോയത്. അപ്പോൾ ആ പബ്ലിക് ജനം പറഞ്ഞു, മറ്റുള്ള രാഷ്ട്രങ്ങളെ പറഞ്ഞു, നിങ്ങളെന്തിനാ ഈ പബ്ലിക് സ്കൂൾ കുട്ടികളെ ബോംബ് ചെയ്യുന്നത്? സ്കൂൾ കുട്ടികളല്ല, അതിന് തെളിവ് അവർ കൊടുത്തു. ഇത്ര ഭീകരവാദികളും ഇത്ര ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും നൂതനമായ സംവിധാനം വെച്ച് അവർ കണ്ടുപിടിച്ചു. പിടുത്തങ്ങളുടെ രാജാക്കന്മാരാണ് യഹൂദന്മാർ. എങ്ങനെ സംഭവിച്ചു? ദൈവത്തിൻ്റെ ജാതിയ. ആ ജാതിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ആരാക്കി മാറ്റി? യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി, ഏക ശരീരസ്ഥരായി, വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീർന്നപ്പോൾ ഒരു യഹൂദിനേക്കാൾ വിലയും നിലയും ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ സഭയാണ് നമ്മൾ. ഈ ഓർമ്മ നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ ശരീരത്തിൽ ചിന്താമണ്ഡലിൽ നിന്ന് പോകരുത്. ഞാനാരാ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. ഞാനാരാ? വാഗ്ദത്തത്തിന് പങ്കാളി. ഞാനാരാ? കൂട്ടവകാശം ലഭിച്ചവനാണ്. യേശുക്രിസ്തുവിന് കിട്ടിയ എല്ലാ പദവികളും പുതിയ നിയമസഭയിലെ വ്യക്തികൾക്ക് ദൈവം തന്നിരിക്കുന്നതാണ് പൗലോസിന്റെ വചനവെളിപ്പാട്. അത് ഭയങ്കര വചനവെളിപ്പാട്. ആ വെളിപ്പാട് ഇന്ന് പൽക്കാലം ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ അത് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടുകൊണ്ട് ഞാനാരാ? യേശുക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാ. ഞാനാരാ? ക്രിസ്തുവിന്റെ കൂട്ടവകാശം ലഭിച്ചവരാ. ഞാനാരാ? വാഗ്ദത്തത്തിന് പങ്കാളിയാണ്. സ്വത്രം. വാഗ്ദത്തം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കെടുത്തേണ്ട നിങ്ങളെ ഇരുത്തേണ്ടതിന് നിങ്ങളെ വന്നതിൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വാഗ്ദത്തം തന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാഗ്ദത്തം നമുക്ക് ലഭിച്ചപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, വിലയേറിയ വാഗ്ദത്തം. ആ വാക്യം എടുത്ത് വായിച്ചാട്ടാരെങ്കിലും. വിലയേറിയ വാഗ്ദത്തം, വിലയേറിയ വാഗ്ദത്തം. വാഗ്ദത്തം ഒത്തിരി ഉണ്ടെങ്കിലും വിലയേറിയ വാഗ്ദത്തം ഉണ്ട്. അതൊന്നും എടുത്ത് വായിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. പത്രോസിന്റെ ആ പദപ്രയോഗം എന്നെ വളരെ സന്തോഷിപ്പിക്കുക. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം തന്നിരിക്കുന്നു. എന്തോ തന്നിരിക്കുന്നു? അവിടെ നിൽക്കട്ടെ, അത് മതി. വിലയേറിയതായ വാഗ്ദത്തം തന്നിരിക്കുന്നു. എന്തായി വിലയേറിയ വാഗ്ദത്തം? മക്കളെ ഗൾഫിൽ അയക്കാമെന്നോ? ഹല്ലേലൂയ. ഞങ്ങൾക്ക് വിസ അയച്ചു തരാമെന്നോ? സ്വത്രം. ഞങ്ങൾ വാർദ്ധക്യത്തിലിരിക്കുക, അപ്പൊ അപ്പയും അമ്മയും കൂടി അങ്ങോട്ട് പോര്. ആ വാഗ്ദത്തമാണോ? അല്ല. പിന്നെന്താ? രൂപാന്തര ശരീരം ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താമെന്നുള്ള വാഗ്ദത്തം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലൂസിന്റെ പ്രബോധനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുക. വിലയേറിയ വാഗ്ദത്തങ്ങളെ വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറയും നിങ്ങൾ പോകരുതേ പ്രിയപ്പെട്ടവരെ. ലോകത്തിൻ്റെ ഭൗതികത്തിൻ്റെ പുറകെ പോകരുത്. വാരി കെട്ടിക്കൊണ്ടൊരുത്തൻ പുറകെ വന്നു നിത്യജീവന് വേണ്ടി. അവനോട് എന്താ പറഞ്ഞ? എൻ്റെ പൊന്നുകുഞ്ഞെ, നീ ഇതെല്ലാം കൂടി വിറ്റ് നിങ്ങളെല്ലാം വിറ്റ് കൊടുക്കാനല്ല ഈ പറയണത്. അവൻ്റെ കയ്യിൽ അതുപോലെ ഉണ്ടായിരുന്നു. സ്വത്രം. പിന്നെ എടുക്കാൻ പറ്റില്ല. വിറ്റ് ബാങ്കിലിടാൻ പാടില്ലേ? പാടില്ല. പിന്നെ അതേ റാങ്ക് ഉള്ളവന് കൊടുക്കാൻ പാടില്ല. പണ്ട് വെള്ളാപ്പി നടേശൻ അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു. ഈ കാശിൻ്റെ ഇതിന് രൂപമാറ്റം അത് വന്ന സമയത്ത് പുള്ളിയുടെ കയ്യിലുണ്ടായ എല്ലാം കൂടെയുള്ള കൂട്ടുകാർക്ക് കൊടുത്തു. കള്ളപ്പണം വരുന്നത്. ഞാൻ ആവശ്യപ്പെടുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പോയി പള്ളി പോയി പറഞ്ഞാൽ മതി. അവർ കാശും കൊണ്ട് പോയി. ഓരോരുത്തരും 2-3 ലക്ഷം കിട്ടി. അതുപോലെയല്ല ഇവിടെ. വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാം. അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ലേ? കടക്കും. ദൈവത്തിന് സകലവും സാധ്യം. ധനത്തെ നീ കർത്താവിനേക്കാൾ വലുതായിട്ട് കാണരുത്. നിനക്കുള്ള ധനം, ദൈവം നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ധനം ദൈവഹിതപ്രകാരം ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ
നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് അതാ വിഷയം. ആ കർത്താവ് പറഞ്ഞിട്ട് സാധ്യമാണ്. അല്ല ഇപ്പോൾ ധനമല്ല മറ്റു തരത്തിൽ കൊടുത്തിട്ട് നമ്മൾ ചുമ്മാ ഒന്നുമില്ലാത്തവരിക്കണമെന്നല്ല. ആ ധനം നമ്മളെ ഭരിക്കാനിടവരുത്. നാം ധനത്തെ ഭരിക്കാനിടയായിത്തീരണം. അത് ദൈവഹിതപ്രകാരം നമ്മൾ ഉപയോഗിക്കാനിടയായിത്തീരണം. ജാതികൾ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികളാണ് അവരെ. ഹല്ലേലൂയ. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാനങ്ങ് നിർത്താൻ പോവാം. വാഗ്ദത്തത്തിൽ പങ്കാളികളാണ്. യേശുക്രിസ്തുവിന് കിട്ടിയ വാഗ്ദത്തം എന്തൊക്കെയോ. സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശമായ ഒരു ഭർത്താവിന് ഉള്ള അവകാശം മുഴുവൻ ഭാര്യയ്ക്ക് കൂട്ടവകാശമായി കിട്ടുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, കംപ്ലീറ്റ് അവകാശത്തിൻ്റെ ഉടമയാണ്. മനസ്സിലായോ? നമ്മൾ കുറഞ്ഞവരല്ല, നമ്മൾ വിലപ്പെട്ടവരാണ്. ഈ കാഴ്ചപ്പാട് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ക്രിസ്ത്യ ജീവിതം നയിക്കാൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ. ഞാൻ ആരാ? യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അപ്പം നമ്മൾ പാപം ചെയ്താൽ, പാപത്തിലേക്ക് വീണാൽ എന്ത് പറ്റും? കർത്താവിന് നോവും. ഈ നുഖത്തിൻ്റെ കീഴിൽ ഒരു കാള എന്നുള്ള പോലെ ഉള്ള വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ, എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. അപ്പോൾ കർത്താവ് ഒരു വശത്ത് ആ നുഖത്തിൻ്റെ കീഴിൽ, ഇപ്പുറത്ത് നമ്മളെ രണ്ടൊരു കർത്താവ് നാം കൂടെ ഒപ്പം യാത്ര ചെയ്യുക. അപ്പോൾ കർത്താവിന് ഹിതമല്ലാത്തതൊന്നും നമ്മുടെ യാത്രയിൽ ഉണ്ടാകാൻ പാടില്ല. കർത്താവ് കൂടെയുണ്ട്. ചിന്തിച്ചോണം. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, സ്വത്രം, നമ്മുടെ ജഡത്തെ പോഷിപ്പിക്കുന്ന അവസ്ഥകളെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് ഉണ്ട് കൂടെ, നമ്മുടെ കൂടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം കർത്താവ് നമുക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനെ വിളിച്ച് ദാവീദ് പറയുന്നു, അവനെ വിളിച്ച് ഞാൻ എവിടെ പോകും? ഞാൻ സമുദ്രത്തിൽ ചെന്ന് പാർത്താൽ അവിടെയുണ്ട്, അവിടെ പോയാൽ ഇവിടെയുണ്ട്, എല്ലായിടത്തും കർത്താവ് ഉണ്ടെന്നാണ് സ്വത്രം ദാവീദ് പോലും പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാട്ടിൻ്റെ ഈരടികൾ പാടണം പാസ്റ്റർ. അത് പാടിയിട്ട് വേണം നമുക്ക് സ്വത്രം നമ്മുടെ ആരാധന പാടി വന്ന് ആരാധിക്കണം. യേശുമളവാളൻ എന്നുള്ള പാട്ട് പാടി നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാടിയാലും കുഴപ്പമില്ല. ഒരല്പസമയം, ഒരു 5-8 മിനിറ്റ് നമുക്കൊന്ന് പാടി നമുക്ക് നമ്മെ തന്നെ ദൈവസ്ഥലിൽ സമർപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കും ഉചിതമെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യാകാശേ വെളിപ്പെടാറായി. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യാകാശേ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരു നാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരു നാം വിശുദ്ധിയോടെ.
ആസന്നമായി പ്രിയരേ ഒരു നാം വിശുദ്ധിയോടെ ജലവള